എപ്പോഴാ ചോദ്യം ചെയ്യുന്നത്? ഈ 5 വർഷം ചോദ്യം ചെയ്തില്ലല്ലോ. 5 വർഷം വളരെ സുഖകരമായി നടക്കുകയായിരുന്നല്ലോ. ഒരു അന്വേഷണവുമില്ല, ഒരു ചോദ്യം ചെയ്യലുമില്ല. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇതുമായിട്ട് അൺകമ്പയറബിൾ ആണ്, ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ അന്വേഷണം വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത രോഗബാധിതയായ അമ്മ സോണിയാഗാന്ധിയെ ഉൾപ്പെടെ മണിക്കൂറുകളോളം 56 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അന്ന് ഇതേപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇവിടെ CPM പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അവിടെ വയലൻസ് ഉണ്ടാക്കുക, അക്രമം ഉണ്ടാക്കുക, കാറ് തല്ലിപ്പൊളിക്കുക, ഒരു പാവപ്പെട്ട ടാക്സിക്കാരൻ്റെ കാറ് തല്ലിപ്പൊളിക്കുക, അങ്ങനെ വയലൻസ് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അണികൾ മുദ്രാവാക്യം വിളിക്കും, സമരം ചെയ്യും. പക്ഷേ അത് അക്രമത്തിലേക്ക് പോകാൻ നേതൃത്വം കൊടുക്കാൻ അവിടെ നേതാക്കന്മാർ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 56 മണിക്കൂർ ചോദ്യം ചെയ്ത അന്ന് തന്നെ നാഷണൽ ഹെറാൾഡിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, ചോദ്യം ചെയ്യുന്നു, ദിവസങ്ങളോളം ചോദ്യം ചെയ്യുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഇവിടെ ചോദ്യം ചെയ്യൽ നടന്നില്ല. അന്നും ഈ കേസ് നിലവിലുണ്ടേ, അന്നും ഇതേപോലെ ആരോപണം നിലവിലുണ്ട്, കേസ് നിലവിലുണ്ട്. പക്ഷെ അന്ന് ഇവിടെ ചോദ്യം ചെയ്യൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്, എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED ചോദ്യം ചെയ്യാത്തത്? സ്വാഭാവികമായുള്ള സംശയമല്ലേ? ഇവിടെ പല കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഇവിടെ EP ജയരാജൻ BJPയുടെ നേതാവിനെ കാണുന്നു, ശ്രീഎമ്മിനെ കാണുന്നു, അജിത് കുമാർ തൃശ്ശൂർ പൂരം കലക്കാൻ നോക്കുന്നു, അങ്ങനെയുള്ള അദ്ദേഹം രഹസ്യമായി പോയി RSS നേതാവിനെ കാണുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ അടുത്തേക്ക് മാത്രം EDയുടെ അന്വേഷണം എത്താത്തത്, മകളുടെ അടുത്തേക്ക് മാത്രം അന്വേഷണം എത്താത്തത് എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മടിയിൽ കനമുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന കോലാഹലം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ED അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം ഇവർക്കില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് സ്മൃതി, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടു, പല ഏരിയ കമ്മിറ്റികളും പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ പ്രമേയം അവതരിപ്പിച്ചു. അവർ പറഞ്ഞു ഇനിയും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വേണ്ട എന്ന് CPMന്റെ ഏരിയ കമ്മിറ്റികൾ പറയുക, പത്തനംതിട്ടയോ കൊല്ലമോ ഒക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് പാർട്ടിക്കുള്ളിൽ, അതുകൂടി ഒന്ന് വസൂലാക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇതെന്ന് മനസ്സിലാക്കി ഇവർ ഇതിൻ്റെ അകത്തൊരു കംപ്ലീറ്റ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു PR തന്നെയാണ് പാർട്ടി പ്രവർത്തകരെ വെച്ചുകൊണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആ വലിയ പ്രതാപം ഒന്ന് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം കൂടിയാണ് ഇവിടെ നടത്തിയത് എന്ന് കാണേണ്ടതായിട്ട് വരും.